എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾക്കറിയുന്നതുപോലെ വയനാട് അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ഒരുപാട് ചിന്തിക്കുന്ന ദിവസമായിരുന്നു. പല കാരണങ്ങളുണ്ട്. ഒരുപാട് സഹായം ഈ മുണ്ടക്കൈ ചുരൽമല കുഞ്ഞിരിമട്ടം ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകൾക്ക് കിട്ടണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ പല കാരണങ്ങളാൽ ഈ കാര്യം നടക്കാതെ പോകുന്നു. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പഴിക്കുമ്പോൾ കേന്ദ്രത്തിന് ഒരു പൈസ പോലും കിട്ടിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവശേഷിക്കുകയാണ്. എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുക? പ്രൈം ടൈം തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുന്നു. കോതമംഗലം നീണ്ടപാറയിൽ കാട്ടാന മറിച്ചിട്ട പനയിൽ ഇടിച്ച് വീണ വിദ്യാർത്ഥിനിക്ക് ദാരുണ അന്ത്യമുണ്ടായി. ഇന്ന് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻമരിയാണ് മരിച്ചത്. വളരെ സങ്കടകരമായ ഈ വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ ഞാൻ ആദ്യം കൊണ്ടുപോകുന്നത്. സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്. തൊടുപുഴയിൽ നിന്ന് എബിൻ ജോസ് ടെലിഫോണിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പറയൂ എബിൻ ജോസ്, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എസ്കെയും സുഹൃത്തുമൊത്ത് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ നീണ്ടപാറ ചെമ്പൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ച ബൈക്കിലേക്ക് ആന ഈ പനമരം തള്ളിയിടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെയും മാർ ബസേലിയസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആൻമരിയ മരണപ്പെടുകയായിരുന്നു. ആൻമരിയ പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിയാണ്. കോതമംഗലത്തെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. ഈ മേഖലയിൽ നിരന്തരം കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണ്. നിരന്തരമായി കാട്ടാന വഴിയരികിലൊക്കെ ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുമ്പോൾ ഈ പനമരം തള്ളി ഇവരുടെ ദേഹത്തേക്ക് വീണു എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. പരിക്കേറ്റ ആൻമരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആൻമരിയുടെ മൃതദേഹം ഇപ്പോൾ നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. 4 പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടം ദേശീയപാതയിൽ വാഹനം ഓടിച്ച് ഗതാഗത മന്ത്രിയുടെ പരിശോധന. റോഡിന്റെ അപാകതകൾ ബോധ്യപ്പെടാനാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഔദ്യോഗിക വാഹനം ഓടിച്ചത്. റോഡിൽ അടിയന്തരമായി ചില മാറ്റങ്ങൾ വരുത്താൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശവും നൽകി. ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ടെന്ന് യൂത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ടായി. പനയമ്പാടത്ത് അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപാകതകളും കൃത്യമായി ബോധ്യപ്പെട്ടു. നാട്ടുകാരുടെ പരാതികളെല്ലാം കേട്ട മന്ത്രി ഈ റോഡിലൂടെ ഔദ്യോഗിക വാഹനം ഓടിച്ചു. പ്രാഥമികമായി ബോധ്യപ്പെട്ട പ്രശ്നങ്ങളും പെട്ടെന്ന് നടപ്പാക്കേണ്ട പരിഹാര മാർഗങ്ങളും മന്ത്രി നിർദ്ദേശിച്ചു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണം. സിമന്റ് ഡിവൈഡർ ഉടൻ സ്ഥാപിക്കും. ഇടതുവശത്തെ ഓട്ടോ സ്റ്റാൻഡും വാഹന പാർക്കിംഗും മാറ്റും. അറ്റകുറ്റപ്പണിക്ക് സഹായധനം നൽകിയില്ലെങ്കിൽ സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി പണമെടുക്കുമെന്നും ഗതാഗത മന്ത്രിയുടെ ഉറപ്പ്. അവർ ചെയ്ത കൺസ്ട്രക്ഷൻ്റെ അപാകതയാണത്. അപ്പോൾ അതവർ പരിഹരിക്കാൻ വിദഗ്ധരുടെ അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം കൂടി മാനിച്ച് ഈ നാട്ടുകാരിവിടെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതും കൂടി ചേർത്ത് ഒരു ചർച്ചയാണ്. ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തും. അതിന് പണം അനുവദിക്കും. അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരാശങ്കയും നിങ്ങൾക്ക് വേണ്ട. സംസ്ഥാന സർക്കാരിൻ്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്നും ഈ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ പണം അനുവദിച്ചു തരും. പ്രദേശത്ത് സുരക്ഷാ ഓഡിറ്റിംഗ് ആരംഭിച്ചു. പോലീസ് താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിച്ചു. ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു. അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെ കോൺഗ്രസ് ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിച്ചു. 24 പാലക്കാട്. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടം വളവിൽ അപകട സാധ്യത മുന്നറിയിപ്പ് നൽകിയ റിപ്പോർട്ടുകൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചുവെന്ന് വാർത്ത പുറത്തുവന്നു. ഇന്ന് IIT, നാറ്റ്പാക് റിപ്പോർട്ടുകളിലെ ശുപാർശകളൊന്നും നടപ്പാക്കിയില്ല. റോഡിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് കരാറുകാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കുരുതിക്കളമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ നിരത്തുകൾ. സംസ്ഥാനത്ത് 4592 ബ്ലാക്ക് സ്പോട്ടുകൾ. ഈ വർഷം ഒക്ടോബർ വരെ കേരളത്തിലെ റോഡ് അപകട മരണത്തിന്റെ കണക്ക് 3168 മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം പനയമ്പാടം റോഡിനെ കുറിച്ച് പഠിച്ച പാലക്കാട് IITയുടെ റിപ്പോർട്ട് ഇങ്ങനെ: ഓവർടേക്കിനോ വാഹനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കാനോ ഇവിടെ സാധ്യമല്ല. റോഡ് ചെരിഞ്ഞ് ഉയരത്തിലാണ്. തെന്നൽ പ്രതിരോധ ശേഷി കുറവ്. 30 കിലോമീറ്ററാക്കി വേഗപരിധി നിയന്ത്രിക്കണമെന്നും നിർദ്ദേശമുണ്ട്.
റോഡ് നവീകരണത്തിന്റെ സമയത്ത് തന്നെ ലഭിച്ച ഈ റിപ്പോർട്ടിൽ ഫലപ്രദമായ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. നാറ്റ്പാക് റിപ്പോർട്ടുകളും അവഗണിച്ചു. മഴവെള്ളമൊഴുക്കാൻ ഡ്രെയിനേജ് ഇല്ല, ക്യാമറകൾ സ്ഥാപിച്ചില്ല. കരാറുകാരുടെ മറുപടി കേന്ദ്രം വിശ്വസിച്ചു. മുൻകരുതലായി കൊടുത്ത റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങി. കുറ്റകരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പനയമ്പാടത്തു മാത്രം അടിയന്തരമായി നടപ്പാക്കേണ്ട 5 ശുപാർശകളും അവഗണിച്ചു. ബലമോ കുറെ കുടുംബങ്ങൾക്ക് തീരാ നോവ് മാത്രം ബാക്കിയായി. വിപിൻ സി വിജയൻ, 24 പാലക്കാട്. തൃശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് നടത്തിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത തൃശൂർ ഈസ്റ്റ് പോലീസ് പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധമായിരുന്നു സ്കേറ്റിംഗ് എന്ന എഫ്ഐആറിൽ. അപകടകരമായ സ്കേറ്റിംഗിന്റെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂരജ്, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം അന്വേഷണം കാര്യമായി നടന്നോ? എസ്കെൻ, ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ദ്രുതഗതിയിൽ ഇടപെടലുണ്ടായി. ഈ ദൃശ്യങ്ങളടക്കം, അതായത് തൃശൂർ നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് 4 മിനിറ്റ് കൊണ്ടാണ് ഈ സ്വരാജ് റൗണ്ട് മുഴുവൻ ചുറ്റി ഈ സ്കേറ്റ് ചെയ്ത ആൾ ശക്തൻ ബസ് സ്റ്റാൻഡിൽ എത്തിയതെന്നുള്ളതാണ് പറയുന്നത്. ഒരു വാഹനത്തിൽ പോയാൽ പോലും ഈ ഗതാഗത കുരുക്കിലൂടെ ഇത്രയും വേഗത്തിൽ ഈ ശക്തൻ വരെ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിലാണ് ഈ വാഹനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുമെല്ലാം ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഈ സ്കേറ്റിംഗ് നടത്തി ഈ വ്യക്തി 25 വയസ്സ് തോന്നിക്കുന്ന വ്യക്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 10-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ തൃശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ ഈ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ട് വലിയ അപകടകരമായ രീതിയിൽ ഒരു യുവാവ് യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ അന്ന് പിറ്റേ ദിവസം 24 പുറത്തുവിടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ ക്യാമറകളിലെയും ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. പക്ഷേ ഈ യുവാവിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അധികം വൈകാതെ തന്നെ ഈ സ്കേറ്റ് ചെയ്ത യുവാവ് പിടിയിലാകും. നിലവിൽ ഈ മനുഷ്യജീവന് അപകടം വരുത്തുന്ന തരത്തിൽ അശ്രദ്ധമായി ഈ ഡ്രൈവ് ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ, അതായത് അശ്രദ്ധമായി ഈ സ്കേറ്റ് ചെയ്തു, അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യജീവൻ അപകടകരമാകുന്ന പ്രവൃത്തി ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. മാതൃകാപരമായ ഒരു നടപടി വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്ന് തന്നെയാണ് പോലീസും ചൂണ്ടിക്കാണിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു സൂരജ് സജി. നമ്മുടെ ഒരു സുഹൃത്ത് ആന്റണി ഫെർണാണ്ടസ് ചോദിക്കുന്നു, എസ് കെ മന്ത്രി ഗണേശൻ എങ്ങനെ റോഡ് പണിയാൻ കഴിയും? റോഡിൻ്റെ പണി ചെയ്യേണ്ട ആൾ മന്ത്രി റിയാസ് അല്ലേ? ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ എന്ന് ചോദിക്കുന്നു. അത് മന്ത്രി ഗണേഷ് കുമാർ മന്ത്രി റിയാസോടെ സംസാരിച്ചൊക്കെ തീർത്താൽ പോരെ? അതല്ല, അവർ ബുധനാഴ്ച തോറും ഒരു മന്ത്രിസഭാ യോഗം കൂടുന്നില്ലേ, അവിടെ പറഞ്ഞാൽ പോരെ? അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ ആവണോ? അപ്പം മന്ത്രി ഗണേഷ് കുമാർ ഒരു കാര്യം റോഡിൽ നിന്ന് പറഞ്ഞെങ്കിൽ അത് നടപ്പിലാക്കാൻ അദ്ദേഹം ശ്രമിക്കും. നടപ്പിലായില്ലെങ്കിൽ നിങ്ങൾ നമ്മോട് പറയുക, നമ്മൾ ജനങ്ങളോട് പറയും. അപ്പോൾ ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തും, മന്ത്രിക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ഇനി മറ്റൊരു വാർത്തയിലേക്ക്. എല്ലാ വകുപ്പുകളും ഒഴിവുകൾ മുൻകൂട്ടി PSCയെ അറിയിക്കണമെന്ന സർക്കുലറുമായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്. 2025 ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ ഈ മാസം 25-ാം തീയതിക്കകം റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ, തിരുവനന്തപുരത്ത് നിന്ന്. എന്താണ് ഉമേഷ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് ഈവനിങ് സ്കാൻ. എന്തായാലും നമ്മുടെ നാട്ടിൽ നിരവധി പേർ സർക്കാർ ജോലി പ്രതീക്ഷിച്ച് PSC പഠനവും സർക്കാർ ലിസ്റ്റിലും PSC ലിസ്റ്റിലുമെല്ലാം കയറിപ്പറ്റി പ്രതീക്ഷയോടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതുപ്രകാരം 2025 ജനുവരി മുതൽ 2025 ഡിസംബർ വരെ ഓരോ വകുപ്പിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ, അതായത് പലരും മെയ് ജൂൺ മാസങ്ങളിലെല്ലാം വിരമിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ വിരമിച്ച് ഒഴിവ് വരാൻ സാധ്യതയുള്ള ഒഴിവുകളാണെങ്കിൽ പോലും ഈ മാസം 25-നകം PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. അത് കൃത്യമായി ഒഴിവുകൾ വരാൻ സാധ്യതയില്ല എങ്കിൽ അക്കാര്യവും റിപ്പോർട്ട് ചെയ്യണം. അത് കൃത്യമായി പരിശോധിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ പലപ്പോഴും സർക്കാർ വകുപ്പുകളിൽ സൂക്ഷിക്കാറുണ്ട്. അത് പലപ്പോഴും തങ്ങളുടെ ഇഷ്ടക്കാർക്ക് സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനോ വേണ്ടിയെല്ലാം അത്തരത്തിൽ ചെയ്യാറുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഈ 2025 നടക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് എടുത്തിരിക്കുന്നത്. മുൻകൂട്ടി, അതായത് 2025 റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഒഴിവുകളും മുൻകൂട്ടി തയ്യാറാക്കണം. ഈ തയ്യാറാക്കി ഡിസംബർ 25, അതായത് ഈ മാസം 25-ാം തീയതി തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. അതിനനുസരിച്ച് ഒഴിവുകൾ വരുന്നതിനനുസരിച്ച് PSC ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് നിയമനവും നടത്തി മുന്നോട്ട് പോകും. എന്തായാലും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ മറ്റ് സ്ഥാനക്കയറ്റങ്ങളോ മറ്റ് താൽക്കാലിക നിയമനങ്ങളോ നടത്താൻ പാടില്ല എന്നും ഈ സർക്കുലറിൽ വ്യക്തമായി പറയുന്നുണ്ട്. എസ് കെ.
ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കുമാർ ചോദിക്കുന്നു, SKN ആങ്കർ നുണ പറയുന്നതിനാണോ നിങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്? കുമാറിന് തന്നെ ഉത്തരവ് അറിയാമല്ലോ, പിന്നെ എന്തിനാ കുമാർ ഈ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ച് താങ്കളുടെ ഈ വിലപ്പെട്ട സമയം ജീവിതത്തിൽ വേസ്റ്റ് ആക്കുന്നത്? വേസ്റ്റ് ആക്കാതിരിക്കൂ. ടൈം ഈസ് വെരി വെരി പ്രഷ്യസ് മാൻ. ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ പി ഉണ്ണികൃഷ്ണൻ പറയുന്നൊരു കാര്യം, Dear SKN sir, you have been criticizing the central government for a long time and now you are not able to solve the real problems of the state and try to report to the central government എന്നാണ് പറയുന്നത്. എൻ്റെ സുഹൃത്തെ, അങ്ങനെ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതല്ല 24 കലാപരിപാടി. 24 അങ്ങനെ ചെയ്യത്തുമില്ല. നമ്മൾ മെറിറ്റ് നോക്കി മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാൽ വയനാടിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ താങ്കളത് വേറെ രീതിയിൽ പരിഗണിച്ചെന്ന് തോന്നുന്നു. ലേശം രാഷ്ട്രീയം വെച്ച് പറഞ്ഞതാണ്, എനിക്ക് മനസ്സിലായി. മറ്റൊരു വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൗത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം. പണം നൽകാൻ കഴിയില്ലെന്നറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. വ്യോമസേന നൽകിയ സഹായങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് സാധാരണ നടപടിയാണെന്ന് BJP നേതാവ് V. മുരളീധരൻ ഇന്ന് പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് രംഗത്ത് വന്നു. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 കോടി 62 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ കത്ത് നൽകിയത്. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമെന്നും പണം നൽകാൻ കഴിയാത്തതിന്റെ സാഹചര്യം വിശദീകരിച്ച് കേന്ദ്രത്തിന് മറുപടി കത്ത് അയക്കുമെന്നും റവന്യൂ മന്ത്രി K. രാജൻ. വിവിധ കമ്മിറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. വയനാട് ദുരന്ത പാക്കേജ് തരാതെ കേന്ദ്രം പണം ചോദിക്കുന്നത് കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പണം ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. വീണ്ടും കേരളത്തെ പരിഹസിക്കുകയാണ്. അതേസമയം എയർ മാർഷലിന്റെ കത്ത് സർക്കാരിന്റെ ഔദ്യോഗിക രീതിയിൽ നടക്കുന്ന നടപടിക്രമം മാത്രമാണെന്നും അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ CPIM ശ്രമിക്കുന്നുവെന്നും V. മുരളീധരൻ കുറ്റപ്പെടുത്തി. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം, ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചേനെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമർശിച്ചു. The promise which has been made by Honorable Prime Minister that funds will be no constraint in rehabilitation of those affected in Wayanad. But there are certain government procedures. അതേസമയം കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ പോംവഴികൾ ഉണ്ടാക്കില്ല. SDRF-ൽ നിന്ന് പണമടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം രാജ്യം കണ്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന് കേന്ദ്ര സഹായം ആവശ്യമാണ്. കേരളത്തിനോട് കേന്ദ്രത്തിന് പ്രത്യേക പകപോക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അവഗണന തുടർന്നാലും ഇനിയും കേന്ദ്രത്തോട് സംസാരിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ രാജ്യമാകെ ഏറ്റവും കടുത്തൊരു ദുരന്തമായിട്ടാണ് അതിനെ കണ്ടത്. നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യമല്ലത്. ആ കാര്യത്തിൽ കേന്ദ്രത്തിന് സഹായം ലഭ്യമാവണം. ഇതുപോലൊരു പകപോക്കൽ നയം ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കാൻ പാടുണ്ടോ? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? കേന്ദ്രമാണെന്ന് വെച്ച് ഇനി നിങ്ങളോട് മിണ്ടില്ല എന്ന സമീപനം സ്വീകരിക്കാൻ ഒരു സംസ്ഥാനത്തിന് കഴിയുമോ? സാധാരണ നിലക്ക് സംസ്ഥാനം എന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിന്റെ മുന്നിൽ ഇനിയും സംസാരിക്കേണ്ടി വരും. ഇക്കാര്യത്തിലും സംസാരിക്കും, മറ്റു കാര്യങ്ങളിലും സംസാരിക്കും. ഇപ്പോഴൊരു അപകടത്തിൻ്റെ വാർത്ത ചേർത്തലയിൽ നിന്ന് വരുന്നു. ചേർത്തലയിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികരായ ഒരു യുവാവും ഒരു യുവതിയും മരിച്ചു എന്നാണ് ഞങ്ങളുടെ മനീഷ് മഗിവാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പട്ടണക്കാട് 5-ാം വാർഡിൽ പൊന്നാമ്പളി ഭാർഗവി മന്ദിരത്തിൽ രാജുവിൻ്റെ മകൻ ജയരാജ് 34 വയസ്സുണ്ടായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്ന യുവതി എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. യുവതി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല.
ദേശീയപാതയിൽ സെൻറ്റ് മൈക്കിൾസ് കോളേജിന് മുന്നിൽ വൈകുന്നേരം 6:30 മണിയോടെയാണ് ഈ അപകടം നടന്നത്. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കേരളത്തിലെ രക്ഷാദൗത്യങ്ങൾക്ക് 132 കോടി ആവശ്യപ്പെട്ട കേന്ദ്ര നടപടി പ്രതികാര നടപടിയല്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എല്ലാ വകുപ്പുകളും അവരവർ നൽകുന്ന സേവനത്തിന് പണം വാങ്ങാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന പ്രചാരണം CPM-ന്റെ ക്യാപ്സ്യൂളാണെന്നും കെ സുരേന്ദ്രൻ. ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം അവരവരുടെ വിവിധ വകുപ്പുകൾ ചെലവഴിക്കുമ്പോൾ അതിന് പണം ഈടാക്കും. അത് കേരളത്തോട് മാത്രമുള്ളതല്ല. ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ആരാണോ ഹെലികോപ്റ്റർ ഇറക്കിയത്, വ്യോമസേനയാണെങ്കിൽ വ്യോമസേന പണം ഈടാക്കും. ഇതെല്ലാം നിയമം അറിയുന്ന, ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നുള്ള ഒരു പച്ചക്കള്ളം ആവർത്തിച്ച് ഇവിടെ പ്രചരിപ്പിക്കുകയാണ്. വയനാടിനോട് അവഗണന എന്നാരോപിച്ച് പാർലമെന്റ് പുറത്ത് ഇന്ന് UDF LDF MPമാരുടെ സംയുക്ത പ്രതിഷേധം ഉണ്ടായിരുന്നു. ദുരന്ത സമയത്ത് ജനങ്ങളുടെ രാഷ്ട്രീയ വിഭജനം കാണിക്കരുതെന്ന് MPമാർ പറഞ്ഞു. ഈ യോഗത്തിൽ വളരെ ഉയർന്നു കേട്ട ശബ്ദമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടേത്. വയനാട് ദുരന്ത നിവാരണ പാക്കേജ് ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ 24 MPമാർ ഒപ്പിട്ട നിവേദനം നൽകി 10 ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് കേരള MPമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചത്. വയനാടിന് നീതി നൽകണം എന്ന ബാനറും മുദ്രാവാക്യങ്ങളുമായി നടത്തിയ പ്രതിഷേധത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും UDF LDF MPമാർ പങ്കെടുത്തു. ദുരന്ത സമയത്ത് രാഷ്ട്രീയ വിവേചനം കാണിക്കരുതെന്ന് വയനാട് MP പ്രിയങ്ക ഗാന്ധി. That is a time when they are supposed to set politics aside and give the assistance required. We are actually deeply disappointed because we expected that at least highlighting this issue, going to them, explaining the kind of pain and suffering which frankly they themselves have seen. Prime Minister himself has seen. സഹായം വൈകിപ്പിക്കുന്നതിനു പിന്നിൽ രാഷ്ട്രീയ തീരുമാനമാണെന്നും MPമാർ ആരോപിച്ചു. കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ചോദിക്കുന്നതെന്ന് CPIM രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. യഥാർത്ഥത്തിൽ വയനാട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ തുടക്കം മുതൽ പറയുന്നതെല്ലാം പച്ചക്കളവാണെന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി വന്ന് വാഗ്ദാനം ചെയ്ത ആ പറയുന്ന സഹായം പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് MPമാരുടെ തീരുമാനം. 24 ഡൽഹി. ഞാൻ നേരത്തെ പറഞ്ഞ അപകടത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ആലപ്പുഴ ചേർത്തലയിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രികർക്ക് അന്ത്യമുണ്ടായി. പട്ടണക്കാട് സ്വദേശി ജയരാജ്, ഒപ്പമുണ്ടായിരുന്ന യുവതി എന്നിവർ മരിച്ചു. യുവതി ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴും മനീഷ് മഹിവാൽ അറിയിക്കുന്നത്. മനീഷ് ടെലിഫോണിലുണ്ട്. മനീഷ്, എപ്പോഴായിരുന്നു ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം ഈ നാഷണൽ ഹൈവേ നിർമ്മാണത്തിനുണ്ടെന്ന ലോറിയാണോ? SKN അങ്ങനെ ഒരു സൂചനയാണ് നിലവിൽ പറയുന്നത്. ഈ അപകടം ഉണ്ടാകുന്നത് വൈകിട്ട് 6:30-ക്കും 7 മണിക്കും ഇടയിലാണ്. ട്രെയിലർ ലോറി, അതായത് ഈ ദേശീയപാത നിർമ്മാണ കമ്പനി ഉപയോഗിക്കുന്ന വലിയ വാഹനമാണ് ഈ ട്രെയിലർ ലോറി. ഈ ലോറിക്കകത്താണ് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനമാണിത്. സെന്റ് മൈക്കിൾസ് കോളേജിന് മുൻപിൽ, ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിന് മുൻപിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. നിലവിൽ ഈ യുവാവിനെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. പട്ടണക്കാട് 5-ാം വാർഡ് പഞ്ചായത്തിൽ 5-ാം വാർഡിൽ പൊന്നാമ്പളി ഭാർഗവി മന്ദിരത്തിൽ രാജുവിന്റെ മകൻ 34 വയസ്സുള്ള ജയരാജാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന യുവതി തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരുവരെയും തൊട്ടടുത്തുള്ള KVM തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഇതുവരെയും യുവതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇരുവരും ജോലിക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി പോകുമ്പോൾ ദേശീയപാതയിൽ ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. SKN. ഓക്കെ, മനീഷ് മുഖിവാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചേർത്തലയിൽ വൈകുന്നേരം ഉണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരത്ത് വളർത്തുനായയുമായി ഗൂണ്ടാ വിളയാട്ടം. വീട്ടിൽ കയറി നായയെ കൊണ്ട് കടുപ്പിച്ചെന്നും വീടിന് തീ കൊളുത്തിയെന്നുമാണ് ഇപ്പോൾ കേൾക്കുന്ന പരാതി. കമ്പ്രാൻ സമീറാണ് കഠിനംകുളം സ്വദേശി സക്കീറിന്റെ വീട്ടിൽ കയറി ഇത്തരമൊരു ആക്രമണം നടത്തിയത്. ഇത് കേട്ടുകഴിവില്ലാത്ത ഒരു ആക്രമണമാണ്. നായയെ കൊണ്ട് കടുപ്പിക്കുക എന്നൊക്കെ പറയുന്നതിനകത്തൊരു ഗുണ്ടായിസം. ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പുതിയ പരീക്ഷണങ്ങളാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, പറയൂ.
എസ് കെ, നമ്മൾ ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന പോലീസ് സിനിമയിലാണ് ഈ സാധാരണഗതിയിൽ ഒരാൾ ഈ നായെ വിട്ട് കടുപ്പിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി തിരുവനന്തപുരം കഠിനംകുളത്താണ് സമാനമായ രീതിയിൽ ഒരു റൗഡി ലിസ്റ്റിൽപ്പെട്ട, അതായത് കഠിനംകുളം സ്റ്റേഷനിൽ ഏതാണ്ട് 6ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള കമ്പ്രാൻ സമീർ എന്ന് പറയപ്പെടുന്ന 27-കാരൻ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത മറ്റൊരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി നായയെ കൊണ്ട് കടുപ്പിച്ചത്. പോമറേനിയൻ ഇനത്തിലെ നായയുമായി ചിറക്കൽ മണക്കാട്ടുവിളാകം സക്കീറിന്റെ വീടിനുള്ളിലേക്കാണ് ഇയാൾ അതിക്രമിച്ച് കയറിയത്. തുടർന്ന് ഹോളിനുള്ളിൽ വെച്ച് ഈ ഗ്രഹനാഥനായ സക്കീറിനെ നായ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് സക്കീർ സമീപത്തെ പുത്തൻതോപ്പ് ആശുപത്രിയിൽ ചികിത്സ തേടിപ്പോയി. സക്കീറിന്റെ പിതാവ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോയ സമയം ഈ പ്രതി കമ്രാൻ സമീർ വീണ്ടും പെട്രോളുമായി മടങ്ങിയെത്തി വീടിന് മുൻവശത്ത് തീയിട്ടും പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തീയിടുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നായയുമായി മടങ്ങിപ്പോയിട്ടുള്ള കമ്രാൻ സമീറാണ് ഇതര സംസ്ഥാന തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന നായ അത് വീണ്ടും ഇതര സംസ്ഥാന തൊഴിലാളിയായ 2 പേരെ വീണ്ടും കടിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും കമ്രാൻ സമീർ ഒളിവിലെന്നാണ് കഠിനംകുളം പോലീസ് നൽകുന്ന വിവരം. നായയുടെ കടിയേറ്റ 3 പേരും നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കമ്രാൻ സമീറിനായി കഠിനംകുളം പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 6ഓളം ക്രിമിനൽ കേസുകളിൽ സമീർ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത്ര പരിചിതമല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു ഗുണ്ടായിസമാണ് നടന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകി. സ്പിൽവേ, അണക്കെട്ട് എന്നിവിടങ്ങളിൽ സിമെന്റ് പെയിന്റിങ്ങിനുൾപ്പെടെ 7 ജോലികൾക്കാണ് ജലവിഭവ വകുപ്പ് അനുമതി നൽകിയത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് കിട്ടി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിലെത്തിയ ബുധനാഴ്ച തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിക്ക് സർക്കാർ അനുമതി നൽകി ഉത്തരവിറക്കിയതും. ഉപാധികളോടെയാണ് അനുമതി. സ്പിൽവേ, അണക്കെട്ട് എന്നിവിടങ്ങളിൽ സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്കാണ് അനുമതി നൽകിയത്. ഇടുക്കി MI ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ആളുടെയോ സാന്നിധ്യത്തിൽ മാത്രമേ ജോലികൾ നടത്താവൂ. നിർമ്മാണ സാമഗ്രികൾ മുൻകൂർ അനുമതി വാങ്ങി പകൽ സമയങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാവൂ. ചെക്ക് പോസ്റ്റുകളിൽ പ്രത്യേക പരിശോധനകൾ ഉണ്ടാകും. അനുമതി നൽകാത്ത ഒരു നിർമ്മാണവും അനുവദിക്കില്ല. വനനിയമം പാലിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമേ അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കൂ എന്നായിരുന്നു കേരളത്തിന്റെ ആദ്യ നിലപാട്. നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ തമിഴ്നാട് വാഹനം കേരളം തടഞ്ഞതും വിവാദമായിരുന്നു. പിന്നാലെ കഴിഞ്ഞ 6-ാം തീയതി തമിഴ്നാട് കേരളത്തിന് അപേക്ഷ നൽകി. ഈ അപേക്ഷ പരിഗണിച്ചാണ് ഉത്തരവ്. 24 തിരുവനന്തപുരം. ഇനി ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. ഭരണഘടനാ ചർച്ചയിൽ അടിയന്തരാവസ്ഥ ഉയർത്തി കോൺഗ്രസിനെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി. അടിയന്തരാവസ്ഥയുടെ കളങ്കത്തിൽ നിന്ന് കോൺഗ്രസിന് മോചനമില്ല. സ്വന്തം നേട്ടത്തിനായി ഭരണഘടന ആദ്യം അട്ടിമറിച്ചത് ജവഹർലാൽ നെഹ്റു എന്നും വിമർശനം. 51 में जबकि चुनी हुई सरकार नहीं थी, उन्होंने ऑर्डिनेंस करके संविधान को बदला और किया क्या? अभिव्यक्ति की आजादी पर हमला कर दिया गया और ये संविधान निर्माताओं का भी अपमान था. BJPയുടെ നിയമസംഹിത മനുസ്മൃതി എന്ന രാഹുൽ ഗാന്ധി. ഭരണഘടനയിൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നുമില്ലെന്ന് സവർക്കർ പറഞ്ഞതിനെ BJP പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. By your leader's words. Do you support your leader's words? Because when you speak in parliament about protecting the constitution, you are ridiculing Savarkar. You are abusing Savarkar. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. കേരളത്തിലെ രക്ഷാദൗത്യങ്ങൾക്ക് 132 കോടി രൂപ ആവശ്യപ്പെട്ട കേന്ദ്ര നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. കേന്ദ്രത്തിന് കേരളത്തോട് പ്രതികാര മനോഭാവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? ഇതുപോലൊരു പകപോക്കൽ നയം ഒരു സംസ്ഥാനത്തോട് സ്വീകരിക്കാൻ പാടുണ്ടോ? നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ? പാർലമെന്റിന് മുന്നിൽ ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച കേരള എംപിമാർ. ദുരന്തമുഖത്ത് രാഷ്ട്രീയ വിവേചനം പാടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി MP. കേന്ദ്രം കേരളത്തെ പരിഹസിക്കുന്നുവെന്ന് VD സതീശൻ. 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടത്ത് ഔദ്യോഗിക വാഹനം ഓടിച്ച് ഗതാഗത മന്ത്രി പരിശോധന നടത്തി. സിമന്റ് ഡിവൈഡർ ഉടൻ സ്ഥാപിക്കും. ഇടതുവശത്തെ ഓട്ടോ സ്റ്റാൻഡും വാഹന പാർക്കിങ്ങും മാറ്റും. അറ്റകുറ്റപ്പണിക്ക് ദേശീയപാത അതോറിറ്റി സഹായം നൽകിയില്ലെങ്കിൽ സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി ഏറ്റെടുക്കുമെന്ന് ഗതാഗത മന്ത്രിയുടെ ഉറപ്പ്.
ചേർത്തലയിൽ വാഹനാപകടത്തിൽ 2 മരണം കൂടി. മരിച്ചത് ബൈക്ക് യാത്രികരായ ഒരു യുവാവും യുവതിയും. കോതമംഗലം നേര്യമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന വീണ് ബൈക്ക് യാത്രികയായ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി ആൻമേരി. ഒപ്പമുണ്ടായ സുഹൃത്ത് പരിക്കേറ്റ് ചികിത്സയിൽ. 10ാം ക്ലാസ് +1 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ DGPക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി കൊടുത്തു. അതീവ ഗൗരവതരമായ കാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സംശയനിഴലിൽ ചില യൂട്യൂബ് ചാനലുകളും ട്യൂഷൻ സെന്ററുകളും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് SFI. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. എല്ലാ വകുപ്പുകളും ഒഴിവുകൾ മുൻകൂട്ടി PSC അറിയിക്കണമെന്ന സർക്കുലറുമായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ്. അടുത്ത വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകൾ ഈ മാസം 25-ാം തീയതിക്കകം റിപ്പോർട്ട് ചെയ്യണം. PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ റദ്ദു ചെയ്യാനോ കുറയ്ക്കാനോ പാടില്ലെന്നും സർക്കുലർ. മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് അനുമതി നൽകി കേരളം. അണക്കെട്ടിലും സ്പിൽവേയിലും സിമന്റ് പെയിന്റിംഗ് അടക്കം 7 ജോലികൾക്ക് നിബന്ധനയോടെ അനുമതി. നടപടി MK സ്റ്റാലിനും പിണറായി വിജയനും തമ്മിലുള്ള ചർച്ചകൾക്ക് പിന്നാലെ. അറ്റകുറ്റപ്പണിക്കുള്ള ഉത്തരവിന്റെ പകർപ്പ് 24-ന്. മുനമ്പം ഭൂമി ഉടമസ്ഥാവകാശം സംബന്ധിച്ച നിലപാട് തിരുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഭൂമി ആരുടേതാണെന്ന് പരിശോധിക്കപ്പെടണം. തീരുമാനമെടുക്കേണ്ടത് സർക്കാരും വഖഫ് ബോർഡുമാണെന്നും വി ഡി സതീശൻ കോഴിക്കോട് പറഞ്ഞു. വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നത്? ഏത് നിയമം അനുസരിച്ച വഖഫാവുന്നത്? ഇത് വഖഫ് ഭൂമിയെ അല്ല, അല്ലേ? ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഈ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ തിരുത്തിയത്. നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോൾ ലീഗ് നേതാക്കൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യദ് ജിഫ്രി തങ്ങളും PK കുഞ്ഞാലൂർ സാഹിബും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. ഞാൻ അതിനും മറുപടി പറയേണ്ട ആവശ്യമില്ല. തർക്കത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരും വഖഫ് ബോർഡുമാണ്. സംഘപരിവാറിന് വേണ്ടി സർക്കാർ തീരുമാനം വൈകിപ്പിക്കുന്നു. നീട്ടിക്കൊണ്ടുപോകാതെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന വി ഡി സതീശന്റെ നിലപാടിനെതിരെ KM ഷാജി ഉൾപ്പെടെയുള്ള ചില ലീഗ് നേതാക്കൾ വിമർശനമുന്നയിച്ചിരുന്നു. 24 കോഴിക്കോട്. ലീഗ് സമസ്ത പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് മുൻ ഇടത് MLA കാരാട്ട് റസാഖ് 24-നോട്. പ്രശ്നപരിഹാരം മുസ്ലിം സമുദായത്തിന് ഗുണകരമാകും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷന് പോലും പാർട്ടിയിലെ നേതാക്കളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നും കാരാട്ട് റസാഖ് പറയുന്നു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വേറെ തർക്കങ്ങളൊന്നും അതിലില്ല. ഇഫിരി മുത്തുകോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ പ്രശ്നങ്ങളും ലീഗായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ നിലക്ക് അത് പ്രശ്നം പരിഹരിച്ചു പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. പഴയ കാലത്തൊക്കെ ലീഗ് ഒറ്റ അഭിപ്രായത്തിലായി മുമ്പോട്ട് പോവാറ്. ഇപ്പൊ പല തട്ടിലായിട്ടാണ് അഭിപ്രായം പോകുന്നത്. അത് മുസ്ലിം ലീഗിന്റെ ഒരു പരാജയമായിട്ടാണ് കാണുന്നത്. മുൻകാലത്തൊക്കെ ആ സംസ്ഥാന അധ്യക്ഷന് ഒരു വാക്ക് പറഞ്ഞാല് അതോടുകൂടി എല്ലാ വിഷയങ്ങളും തീർന്നു. പിന്നെ പാർട്ടിക്കുള്ളിൽ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല. എന്നാൽ ഇപ്പൊ അതല്ലേ കാണുന്നത്. സംസ്ഥാന അധ്യക്ഷന് പോലും പാർട്ടിയുടെ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. മിഥില ബാലൻ കോഴിക്കോട് നിന്നും തത്സമയം ചേരുന്നു. പറയും മിഥില. ഈ സമസ്ത ലീഗ് പ്രശ്നം രമ്യമായി പരിഹരിക്കണം. ഇതിനു മുൻപും കാരാട്ട് റസാഖ് ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. ഇന്നിപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു. നിലവിൽ പ്രശ്നം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കാരാട്ട് റസാഖിൻ്റെ ഒരു പ്രതികരണം. ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അത് സമസ്തയ്ക്കും ലീഗിനും ഗുണകരമാവും. മാത്രമല്ല മുസ്ലിം സമുദായത്തിനും ഏറെ ഇത് ഗുണകരമാകുമെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു വെക്കുന്നു. മറ്റൊന്ന്, നമുക്കറിയാം ഈ വഖഫ് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ളിൽ 2 അഭിപ്രായമുണ്ട്. അധ്യക്ഷൻ ഒരു കാര്യം പറയുന്നു, KM ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റൊരു കാര്യം പറയുന്നു. ഇങ്ങനെ ലീഗ് ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. 2-3 ഗ്രൂപ്പുകളായി മാറുന്നു. കുഞ്ഞാലിക്കുട്ടി വിഭാഗം, ET വിഭാഗം, KM ഷാജി വിഭാഗം, അങ്ങനെ വിഭാഗങ്ങളായി മാറുന്നു. മുൻപാണെങ്കിൽ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ്റെ വാക്കായിരുന്നു പ്രധാനം. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ മറുത്തൊന്നും ഈ ലീഗിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നേതാക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ മാറിയിട്ടുണ്ട് എന്ന ഒരു വിമർശനം കൂടി കാരാട്ട് റസാഖ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മിഥില ബാലൻ. ദിനേശ് ഹരിപ്പാട് പറയുന്നു, എൻ്റെ യൂട്യൂബ് സന്ദേശം അങ്ങ് വെട്ടിച്ചുരുക്കി. താങ്കളൊരു പട്ടാളക്കാരനല്ലേ? താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്ന് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുക.
മറ്റൊരു വാർത്തയിലേക്ക്. മുഷാവറ യോഗത്തിൽ നിന്ന് അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയിട്ടില്ല എന്ന സമസ്തയുടെ ഔദ്യോഗിക പ്രസ്താവന പരസ്യമായി തള്ളി ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. യോഗത്തിന് ശേഷം ഇറക്കിയ വാർത്താക്കുറിപ്പ് കളവാണെന്ന് മുഷാവർ അംഗം കൂടിയ ബഹാവുദ്ദീൻ നദ്വി ഇന്ന് തുറന്നടിച്ചു. മുഷാവറിലെ 2 പേർ തന്നെ കാഫിറാക്കിയെന്നും സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നും ആവശ്യപ്പെട്ട് CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദിശ്ശേരി ഇന്ന് രംഗത്ത് വന്നു. സമസ്തയിലെ തമ്മിലടി രൂക്ഷമായി തുടരുകയാണ്. മുഷാവറയിൽ നിന്ന് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോകാൻ കാരണം ഉമർ ഫൈസി മുക്കമാണെന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ആവർത്തിച്ചു. മുഷാവറ യോഗത്തിന് ശേഷം സമസ്തയുടെ പേരിൽ പുറത്തുവന്ന പ്രസ്താവന വസ്തുതകളോടും യാഥാർത്ഥ്യങ്ങളോടും നിരക്കാത്തതെന്ന് നദ്വി തുറന്നടിച്ചു. മുഷാവറയിലെ ചർച്ചകൾ താനാണ് പുറത്തുവിട്ടതെന്ന പ്രചാരണം ശരിയല്ലെന്നും ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്കിൽ കുറിച്ചു. സമസ്തയ്ക്കെതിരെ CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദിശ്ശേരിയും ആഞ്ഞടിച്ചു. മുഷാവറയിലെ 2 പേർ തന്നെ കാഫറാക്കിയെന്ന ഹക്കീം ഫൈസി ആദിശ്ശേരി. ഞങ്ങളുടെ മാതൃസംഘടന സമസ്തയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പം നിങ്ങൾ പറയും നിങ്ങൾ സമസ്ത ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞോ? അശുദ്ധിയല്ലേ അവിടെ നടന്നത്? അത് നിങ്ങൾ മീഡിയ ലോകം കണ്ടിട്ടില്ലേ? അപ്പം അശുദ്ധി നടന്നല്ലോ, ശുദ്ധീകരിക്കണം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെയും ഈ 2 വ്യക്തികൾ സ്വാധീനിക്കുന്നു. സമസ്തയിൽ ശുദ്ധീകരണം വേണമെന്നും ഹക്കീം ഫൈസി ആദിശ്ശേരി ആവശ്യപ്പെട്ടു. 24 മലപ്പുറം. ഞാൻ നേരത്തെ പറഞ്ഞ മാർത്താണ്ഡത്തെ വാർത്തയിലേക്ക്. അപകടത്തിൻ്റെ വാർത്തയാണ്. കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്ത് ഓട്ടോറിക്ഷയും മിനി ലോറിയും കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായി. അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരന് കാര്യമായി പരിക്കേറ്റു. അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന്. ഇതാണ് അപകടം. പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, പറയൂ. SK ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഓട്ടോ ഡ്രൈവർ വാഹനം യൂട്ടേൺ എടുക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് പിറകിൽ നിന്ന് വന്ന പിക്കപ്പ് ലോറി, മിനി ലോറി വന്ന ഈ ഓട്ടോറിക്ഷയുടെ പിന്നിൽ ഇടിക്കുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് വീഴുന്നതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ഓട്ടോ ഡ്രൈവർ ശ്രദ്ധിക്കാതെ അശ്രദ്ധയോടുകൂടി ഓട്ടോറിക്ഷ യൂട്ടേൺ എടുക്കാൻ ശ്രമിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ മിനി ലോറി അമിത വേഗത്തിലാണോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വളരെയധികം തിരക്കുള്ളൊരു ജംഗ്ഷനായിരുന്നു. അങ്ങനെ ഒരു ജംഗ്ഷനിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിയിടിച്ചൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മിനി ലോറിയുടെ വേഗതയാണോ ഈ അപകടത്തിലേക്ക് നയിച്ചെന്ന വിഷയവും പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഓട്ടോയിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരന് ഗുരുതരമായൊരു പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ മാർത്താണ്ഡത്തെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർക്ക് ഉൾപ്പെടെ മറ്റ് പ്രശ്നങ്ങളില്ല. അശ്രദ്ധമായി ഒരു യൂട്ടേൺ എടുക്കാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് നയിച്ചത് തന്നെയാണ് പ്രാഥമികമായ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് അനസ് പറയുന്നു. പ്രിയപ്പെട്ട SK, ക്യാമറയുമായി ഒന്ന് റോഡിലേക്ക് ഇറങ്ങുമോ? ബസ്സൊക്കെ മരണപ്പാച്ചിലാണ്. കണ്ണൂർ കോഴിക്കോട് റോഡിലൂടെ വന്ന് പോകുന്ന ബസ്സുകൾ പോകുന്നത് മരണവേഗത്തിലാണ്. പല സ്ഥലങ്ങളിലും ഈ മത്സരയോട്ടം നടക്കുന്നത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകളെ കുറിച്ച് ഈ പരാതി വ്യാപകമാകുന്നു. എന്തായാലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് തന്നെ എത്ര അപകടത്തിൻ്റെ വാർത്തകളാണ് വന്നത്. ഞാൻ തന്നെ വായിച്ച് തളർന്നു. മറ്റൊരു വാർത്തയിലേക്ക്. മലബാർ മേഖലയിലെ വ്യായാമ കൂട്ടായ്മ മെക്സവനെതിരെ ആരോപണവുമായി CPIM-ഉം സമസ്ത AP വിഭാഗവും ഇന്ന് രംഗത്ത് വന്നു. മെക്സവന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ പോപ്പുലർ ഫ്രണ്ടുമാണെന്നാണ് ആരോപണം ഉയരുന്നത്. എന്നാൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് ഈ കൂട്ടായ്മയെന്നാണ് മെക്സവന്റെ പ്രതികരണം. മെക്സവൻ എന്നറിയപ്പെടുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വ്യായാമ കൂട്ടായ്മയുടെ പേരിലാണ് വിവാദം. മലബാർ മേഖലയിൽ അതിവേഗം പ്രചരിക്കുന്ന കൂട്ടായ്മയ്ക്കെതിരെ CPIM-ഉം സുന്നി AP വിഭാഗവുമാണ് ആരോപണവുമായി എത്തിയത്. മെക്സവന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് CPIM ആരോപിക്കുന്നു. മെക്സവൻ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുണ്ടെന്നാണ് ആരോപണം. സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മെക്സവന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് AP സുന്നി വിഭാഗം. സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുത്. മെക്സവന് പിന്നിൽ ചതിയെന്നും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി.
ജമാഅത്തെ ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകും. വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം, വേറൊരു പരിപാടി വ്യായാമം ഉണ്ടാക്കുക, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാ, ഒരു സലാം ചൊല്ലി കളയാ, ആകയാൽ സുന്നത്തിയമായിട്ട് വിളിക്കുക. ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയാണ്, വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. ആരോപണങ്ങൾ തള്ളുകയാണ് വ്യായാമ കൂട്ടായ്മ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും കൂട്ടായ്മയിലുണ്ടെന്നാണ് വിശദീകരണം. ഇതിൽ ഒരു SDPIൻ്റെ കടന്നുകയറ്റമില്ല, ജമാഅത്തെ ഇസ്ലാമിൻ്റെ കടന്നുകയറ്റമില്ല. ഇതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വ്യത്യാസവും, ഒരു അഭിപ്രായ വ്യത്യാസവും ഇതിലില്ല. ഒരു മത ചിന്താഗതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് പോണത്. ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJP വരെ ഉണ്ട് ഇതിൽ. മെക്സവിനെതിരെയുള്ള CPIM ആരോപണത്തെ പിന്തുണയ്ക്കുകയാണ് BJP. സർക്കാർ ജാഗ്രത പാലിക്കണം. അതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും NDFും ഉൾപ്പെടെയുള്ള ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കാൻ മതിയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് 20 മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് MEC7. മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സ്വലാഹുദ്ദീനാണ് MEC7 നേതൃത്വം നൽകുന്നത്. 24 കോഴിക്കോട്. എന്താണ് വിവാദമായ MEC7 കൂട്ടായ്മ? ആരൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നത്? കാണാം നമുക്ക് വിശദമായിട്ട്. ഗുണം വിളയുന്നൊരു MEC7, മനം നിറയുന്നൊരു MEC7. ഇന്ത്യൻ പാരാമിലിറ്ററി സർവീസിൽ നിന്ന് സ്വയം വിരമിച്ച മലപ്പുറം കൊണ്ടോട്ടിത്തുറക്കിലെ P. സലാഹുദ്ദീൻ തുടക്കമിട്ട ആരോഗ്യ പ്രസ്ഥാനമാണ് MEC7 അഥവാ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. മനം നിറയുന്നൊരു MEC7, മെയ്യും മനവും വഴക്കി നമ്മെ കരുത്തരാക്കും MEC7. ഇതിനകത്ത് വരുന്ന എയറോബിക് എക്സസൈസ് വരുന്നുണ്ട്, സിമ്പിൾ എക്സസൈസ് വരുന്നുണ്ട്, യോഗ എക്സസൈസ് വരുന്നുണ്ട്, ഡീപ്പ് ബ്രീത്തിങ് വരുന്നുണ്ട്, അക്യുപ്രഷർ വരുന്നുണ്ട്, മെഡിറ്റേഷൻ വരുന്നുണ്ട്, ഫേസ് മസാജ്. ഇങ്ങനെ 7 കണ്ടന്റ് ഉപയോഗിച്ച് 21 എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. 21 മിനിറ്റാണ് സമയം എടുക്കുകയുള്ളൂ. നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ വ്യായാമ മുറകൾക്കായി സലാഹുദ്ദീൻ നാട്ടിൽ 2012 MEC7 തുടങ്ങുന്നത്. 2022 മുതൽ പുതിയ ശാഖകൾ ആരംഭിച്ച MEC7 മലബാറിൽ 2 വർഷത്തിനുള്ളിൽ 1000-ഓളം യൂണിറ്റുകളായി വളർന്നു. ഫീഡ്ബാക്സും കാര്യങ്ങളും നേരത്തെ എടുത്ത് സ്ക്രൂട്ടിനി ചെയ്തു, അനലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് വലിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, യൂറിക് ആസിഡ് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നന്നായിട്ട് റിലീഫ് കിട്ടുന്നുണ്ട്. പലർക്കും അതിന് പൂർണ്ണമായിട്ട് മുക്തമാകാൻ വരെ സാധ്യമാകുന്നുണ്ട്. ശരീരത്തിനും മനസ്സിനും നവയൗവനം നൽകുക എന്ന MEC7 പ്രമേയം എല്ലാ പ്രായക്കാർക്കിടയിലും പ്രചാരം നേടി. എയറോബിക്സ്, ഫിസിയോതെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഫേസ് മസാജ്, അക്യുപ്രഷർ, ഡീപ്പ് ബ്രീത്തിങ് തുടങ്ങി ഒരു ദിവസം 21 മിനിറ്റ് മാത്രം വേണ്ടിവരുന്ന 21 വ്യായാമ മുറകൾ ഉൾക്കൊള്ളുന്നതാണ് MEC7. ഓരോ ക്ലബ് അംഗവും താൻ പരിശീലിക്കുന്നത് കുടുംബാംഗങ്ങളെയും പരിശീലിപ്പിക്കണം. പക്ഷാഘാതം വന്ന രോഗികളെ സന്ദർശിക്കുകയും രോഗികളെ കൊണ്ട് കഴിയുന്ന വ്യായാമം ചെയ്യിപ്പിക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ കൂട്ടായ്മ നൽകുന്നു. 60 വയസ്സിന് മുകളിലുള്ളവരാണ് കൂട്ടായ്മയിൽ പ്രധാനമായുമുള്ളത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച ലീഡറും ട്രെയിനർമാരായി സ്ത്രീകൾ തന്നെയുള്ള വനിതാ യൂണിറ്റുകളും പിന്നാലെ നിലവിൽ വന്നു. UAE ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്കും MEC7 വളർന്നു. വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളുണ്ടെന്ന വാദം പൂർണ്ണമായും നിഷേധിക്കുകയാണ് MEC7 അധികൃതർ. റിസർച്ച് ഡെസ്ക് 24. ഈ അപകടത്തിന് ഒരുപാട് വാർത്തകൾ കേട്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. മിനി ബാബു പറയുന്നത് ഇനി അപകട വാർത്തയ്ക്ക് മാത്രമായിട്ട് ഒരു വാർത്താ സമയം ബുള്ളറ്റിന് വേണ്ടി വരുമല്ലോ. അതും മിക്കവാറും ഇപ്പോൾ ഈ രാവിലെയൊക്കെ മിക്കവാറും കൂടുതലും അപകടത്തിൻ്റെ വാർത്തകളാണ് നമ്മൾ വായിച്ച് തള്ളുന്നത്. ഈ വാർത്ത വായിക്കുന്നതല്ല പ്രശ്നം, എത്രയോ ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുമാത്രമല്ല, ഗുരുതരമായി പരിക്കേൽക്കുന്ന ആളുകൾ ജീവിതത്തിലുടനീളം ഈ പരിക്കിൻ്റെ റിസൾട്ടുമായി ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഇത് ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ കാത്ത് വീട്ടിൽ ആളിരിപ്പുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വയനാട് മുത്തങ്ങയിൽ ലഹരിവേട്ട 308 ഗ്രാം MDMA-യുമായി കാസർകോട്ടെ അങ്കടിമുക്കർ സ്വദേശി അബ്ദുൽ നഫ്സൽ പിടിയിലായി. രാഹുൽ സുരേഷ് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ, പറയൂ.
മൈസൂരിൽ നിന്നും കോഴിക്കോടിന് പോകുന്ന വാഹനത്തിൽ ലഹരി മരുന്ന് കടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മുത്തങ്ങ എയ്ഡ് പോസ്റ്റിന് സമീപം ബത്തേരി പോലീസും വയനാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി വാഹന പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് കർണാടക ബസ്സിൽ കടത്തുകയായിരുന്ന 308 ഗ്രാം MDMA പിടികൂടിയിട്ടുള്ളത്. സംഭവത്തിൽ കാസർഗോഡ് അങ്കടിമുഖർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ നഫ്സലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവന്ന MDMA ആണെന്നാണ് പ്രതി നൽകിയ മൊഴിയിൽ പറയുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി വ്യാപകമായി ലഹരി മരുന്ന് കടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വയനാട് ജില്ലയിൽ വ്യാപകമായ പരിശോധനയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. അത് മാത്രമല്ല, ഇന്ന് പിടികൂടിയ MDMAക്ക് വിപണിയിൽ 15 ലക്ഷം രൂപ വില വരുമെന്നാണ് പോലീസ് പറയുന്നത്. ഇനി നമുക്ക് ശബരിമലയിലേക്ക്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നു. മഴ പൂർണ്ണമായി മാറിയതോടെ പമ്പയിൽ നിന്ന് കൂടുതൽ ഭക്തജനങ്ങൾ മല ചവിട്ടി തുടങ്ങി. പുല്ലുമേട് വഴിയുള്ള നിയന്ത്രണവും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. സന്നിധാനം കൊപ്രാക്കളത്തുണ്ടായ തീപിടുത്തം ഭക്തരിൽ കുറച്ച് ആശങ്കയുണ്ടാക്കിയെന്ന് ഉടൻ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയും ചെയ്തു. സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, പറയൂ, കൊപ്രാക്കളത്തിലുണ്ടായ തീപിടുത്തം എങ്ങനെയാണ്? ആദ്യം അതിനെക്കുറിച്ച് തന്നെ പറയാം. ഇന്ന് വൈകുന്നേരം ഒരു 4:30 കൂടിയാണ് സന്നിധാനത്ത് തന്നെ ശ്രീകോവിലിനോട് ചേർന്ന് അല്പം അടുത്തായി സ്ഥിതി ചെയ്യുന്ന കൊപ്രാക്കളത്ത് ഒരു നേരിയ തീപിടുത്തം ഉണ്ടാകുന്നത്. അത് ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ പുകയുയർന്ന നടപ്പന്തലിലേക്കും സന്നിധാനത്തേക്കുമൊക്കെ പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ ഫയർഫോഴ്സ് ഈ കൊപ്രാക്കളത്ത് തന്നെ അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ആ പുക അണയ്ക്കാനും അവിടുത്തെ അപകട സാഹചര്യം ഒഴിവാക്കാനും അവർക്ക് സാധിച്ചു. അതിലിപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത് അളവിൽ കൂടുതൽ കൊപ്ര അവിടെ സൂക്ഷിച്ചെന്നും കഴിഞ്ഞ 2 ദിവസത്തെ മഴയത്ത് സംസ്കരിക്കാനാവാത്ത കൊപ്ര അവിടെ സൂക്ഷിച്ചെന്നും അത് ഒരുമിച്ച് സംസ്കരിക്കാനുള്ള ശ്രമം നടത്തിയതിനിടെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് പോയത് എന്നുമാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഇനി ഉണ്ടാവരുത്. അതായത് അമിതമായി കൊപ്ര ഒരുമിച്ച് സൂക്ഷിക്കരുത്. തേങ്ങ ഓക്കെ, നമുക്കിപ്പം അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശ്രീരാജ് കാലിക്കറ്റിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം. SKN വെപ്രാളം പിടിച്ച് വേഗം വാർത്ത വായിച്ച് തള്ളുന്നുണ്ട്. എന്തിനാണാവോ എന്തോ, നമ്മൾ സ്പീഡ് കുറച്ചു. പുഷ്പ 2 റിലീസിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ഇന്ന് രാവിലെ ജയിൽ മോചിതനായി. തെലങ്കാന ഹൈക്കോടതിയുടെ ജാമ്യ ഉത്തരവിൻ്റെ പകർപ്പ് അതിരാവിലെ ചഞ്ചൽഗുഡ ജയിലിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് നടനെ പുറത്തിറങ്ങാൻ അനുവദിച്ചത്. നിയമത്തെ മാനിക്കുന്നുവെന്നും അന്വേഷണത്തോട് താൻ സഹകരിക്കുമെന്നും അല്ലു അർജുൻ അതിനുശേഷം വാർത്താ പ്രവർത്തകരോട് പറഞ്ഞു. വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ അല്ലു അർജുൻ ജയിൽ മോചിതനായി. അതിരാവിലെ തന്നെ അല്ലു അർജുന്റെ അഭിഭാഷകരും കുടുംബാംഗങ്ങളും ചഞ്ചൽഗുഡ ജയിലിലെത്തി. ഇന്നലെ വൈകിട്ട് ലഭിച്ച ഹൈക്കോടതി ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് ഉടൻ തന്നെ സൂപ്രണ്ടിന് കൈമാറി. പിന്നാലെ 6:30 ജയിലിന്റെ പിൻഗേറ്റിലൂടെ അല്ലു അർജുൻ പുറത്തിറങ്ങി. ദൗർഭാഗ്യകരമായ അപകടമാണുണ്ടായതെന്നും നിയമത്തെ മാനിക്കുന്ന ആളാണ് താനെന്നും നടന്റെ ആദ്യ പ്രതികരണം. I respect the law and I will cooperate with them and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident, that is totally unintentional. അതേസമയം ഇന്നലെ ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് സ്വീകരിക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ നിയമപരമായി നീങ്ങുമെന്ന് നടന്റെ അഭിഭാഷകൻ പറഞ്ഞു. അല്ലു അർജുന്റെ അറസ്റ്റിൽ അതിരൂക്ഷ വിമർശനമാണ് തെലങ്കാന സർക്കാർ നേരിടുന്നത്. BJP, BRS, YSR കോൺഗ്രസ് പാർട്ടികൾ സർക്കാരിനെതിരെ രംഗത്തെത്തി. കേന്ദ്രമന്ത്രിമാരടക്കം മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കടന്നാക്രമിക്കുകയാണ്. പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങരുതെന്ന് അല്ലു അർജുൻ ആരാധകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ഇന്നലെ അല്ലു അർജുന് മോചനം കിട്ടാതെ പോയത് ജാമ്യത്തിൻ്റെ
കോടതി ഉത്തരവുമായി ജയിലിലെത്തുമ്പോഴേക്കും ജയിൽ സൂപ്രണ്ട് ഓഫീസ് സമയം കഴിഞ്ഞതുകൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് രാത്രി മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നു. ഇന്ന് വെളുപ്പിനാണ് അദ്ദേഹത്തിന് മോചനം കിട്ടിയത്. മാത്രമല്ല അദ്ദേഹത്തിനെ ജയിലിൻ്റെ പിൻഭാഗത്തൂടെയാണ് കാറിൽ വീട്ടിലെത്തിച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ അതായത് പോലീസ് മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചതാണ് എന്നൊരു ആരോപണം കാര്യമായി ഉയർന്നിരുന്നു. ഈ ആരോപണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അല്ലു അർജുൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പോകും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്നത്തെ വാർത്താപ്പകൽ സംഭവിച്ച ചില പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ഒരു ഓട്ടോ പ്രദക്ഷിണം. വാർത്താപ്പകൽ. തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുന്നു. തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മഴക്കെടുതിയിൽ മരണം 5 ജലനിരപ്പ് ഉയർന്നതോടെ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. വിഴിഞ്ഞം വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേന്ദ്രം നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. VGF ഫണ്ട് ഗ്രാന്റായി നൽകാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പിണറായി വിജയൻ. തൂത്തുക്കുടി തുറമുഖത്തിന് കിട്ടിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും ലഭിക്കണമെന്ന് കത്തിൽ. കോഴിക്കോട് ലോ കോളേജിലെ സംഘർഷത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസ്. KSU പ്രവർത്തകൻ അമൽമോൻ ജോസഫിന്റെ പരാതിയിലാണ് നടപടി. 8 പേർക്കെതിരെ കേസെടുത്തു. ജംബോ ബ്ലോക്ക് കമ്മിറ്റിയിൽ പ്രതിഷേധിച്ച് കൂട്ടരാജിക്കൊരുങ്ങി എറണാകുളം പെരുമ്പാവൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ പോൾ പാത്തിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. SSLC +1 ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നെന്ന് സ്ഥിരീകരിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. യൂട്യൂബ് ചാനലുകളിലൂടെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി ഇന്ന് വ്യക്തമാക്കി. ചോർച്ചയിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരാതി കൊടുത്തു. SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും +1 കണക്ക് പരീക്ഷയുടെയും ചോദ്യപേപ്പറാണ് യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സമ്മതിക്കാതിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒടുവിൽ ചോദ്യപേപ്പർ ചോർച്ച തുറന്ന് സമ്മതിച്ചു. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. +1, +2 ക്രിസ്മസ് മോഡൽ പരീക്ഷയുള്ള ചോദ്യപേപ്പർ SCERT വർക്ക്ഷോപ്പ് നടത്തിയാണ് നിശ്ചയിക്കുന്നത്. 2 സെറ്റ് ചോദ്യപേപ്പറാണ് തയ്യാറാക്കുക. അതിൽ ഒരു സെറ്റ് തെരഞ്ഞെടുത്ത സംസ്ഥാനത്തിന് പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ്സിൽ പ്രിന്റ് ചെയ്ത് അവർ തന്നെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. ട്യൂഷൻ സെന്ററുകൾ മുഖേന യൂട്യൂബ് ചാനലുകളിലേക്ക് ചോദ്യപേപ്പർ എത്തിയതാകാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നുണ്ട്. ഇതിന് കൂട്ടുനിന്ന വകുപ്പിലെ അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ മുന്നറിയിപ്പ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ശേഖരിക്കും. DGPയുടെയും സൈബർ സെല്ലിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിൽ പല നിലയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തുടർ നടപടികൾ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തിങ്കളാഴ്ച മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരും. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ BJP മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന് നോട്ടീസ്. 24 നടത്തിയ നിർണായക വെളിപ്പെടുത്തൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് നോട്ടീസ് ലഭിച്ചത്. തിങ്കളാഴ്ച കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തിരൂർ സതീശ് ഇന്ന് പ്രതികരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കുകെട്ടുകളിൽ പണം എത്തിച്ചുവെന്നും പണം എത്തിച്ച ധർമ്മരാജൻ BJP സംസ്ഥാന അധ്യക്ഷനുമായും ജില്ലാ അധ്യക്ഷനുമായും കൂടിക്കാഴ്ച നടത്തിയെന്നുമായിരുന്നു തിരൂർ സതീഷ് 24 നടത്തിയ വെളിപ്പെടുത്തൽ. ഇതോടെയാണ് കേസിൽ തുടരന്വേഷണം ആരംഭിച്ചത്. പിന്നാലെ തിരൂർ സതീശന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം തുടങ്ങി. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തിരൂർ സതീശന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തിരൂർ സതീശന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകി. അന്വേഷണത്തിൽ നേതാക്കളുടെ പങ്ക് പുറത്തുവരുമെന്ന് തിരൂർ സതീഷ് പ്രതികരിച്ചു. ഞാൻ കണ്ട കാര്യങ്ങൾ ഇതിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട്, ആർക്കൊക്കെ ഈ പണമിടപാടായിട്ട് ബന്ധങ്ങളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ 164 സ്റ്റേറ്റ്മെന്റായിട്ട് ഞാൻ കൊടുക്കും. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം അന്വേഷണം സജീവമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തൃശൂർ. തൃശൂർ പൂരം കലങ്ങിയതിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തി.
വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിക്കുന്ന സംഘമാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പൂരത്തിൽ പോലീസിനുൾപ്പെടെ ഉണ്ടായ വീഴ്ച സുനിൽകുമാർ മൊഴിയായി നൽകി. അതീവ സുരക്ഷാ മേഖലയിൽ സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രയ്ക്കുൾപ്പെടെ പോലീസിന് അനുമതി ലഭിച്ചു എന്നാണ് സുനിൽകുമാറിന്റെ ആരോപണം. എനിക്ക് ഈ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ നിലപാടിൽ മാറ്റമില്ല. അത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പന്തലിൽ ലൈറ്റ് ഓഫ് ചെയ്തതും വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചതും മേളം നിർത്തിവെച്ചതും ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് അന്വേഷിക്കണമെന്നാണ് VS സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി? ആ സംഭവ സ്ഥലത്ത് അവിടെ നടന്നിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? RSS നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം. പൂരം കലങ്ങിയ സമയത്ത് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് പുറത്തുവിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ സുരേഷ് ഗോപിയുടെ യാത്ര സംബന്ധിച്ചുൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്നും അതിനാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. 24 തൃശൂർ. തിരുവനന്തപുരം വെള്ളറടയിൽ നോക്കുകൂലി നൽകാത്തതിന് സ്ഥാപന ഉടമയ്ക്ക് ചുമട്ടുതൊഴിലാളി യൂണിയൻകാരുടെ മർദ്ദനം. വെള്ളറട സ്വദേശി സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. മുമ്പും സമാന രീതിയിൽ ഭീഷണി നേരിട്ടിരുന്നുവെന്നും സുനിൽകുമാർ പറയുന്നു. മർദ്ദന ദൃശ്യങ്ങൾ 24-നാണ്. കഴിഞ്ഞ ദിവസമാണ് നോക്കുകൂലി ആവശ്യപ്പെട്ട പ്രദേശത്തെ ഒരു വിഭാഗം ചുമട്ടുതൊഴിലാളികൾ സുനിൽകുമാറിന്റെ സ്ഥാപനത്തിലെത്തിയത്. ലോഡ് ഇറക്കുന്നതിനിടെ അകാരണമായി തൊഴിലാളികളിൽ ഒരാൾ സുനിൽകുമാറിനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ സുനിൽകുമാറിന്റെ തലയ്ക്കും കൈക്കും ഉൾപ്പെടെ പരിക്കുണ്ട്. മുമ്പും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് സുനിൽകുമാർ. നിരന്തരം പ്രശ്നം തന്നെയാണ്. ഇന്നലെ ആണ് മെയിനായിട്ട് ലോഡ് വന്ന് ഒന്നും പറഞ്ഞില്ല, പൈസ കാശൊന്നും കേട്ടില്ല. അത് സംസാരിച്ച് തെറിവിളി നടന്നുകൊണ്ടിരുന്നു. ഒരാൾ അടുത്ത് വന്ന് എന്നെ തൂക്കി പുറത്തിട്ട് നല്ല രീതിയിൽ മർദ്ദിച്ചു. മർദ്ദന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ച ജീവനക്കാരനെയും തൊഴിലാളികൾ മർദ്ദിച്ചു. ഡിവയർനെറ്റ് എന്ന പേരിൽ കമ്പിവേലി നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനമാണ് സുനിൽകുമാറിൻ്റെത്. സ്വന്തം നിലയ്ക്ക് സാധനങ്ങൾ നിർമ്മിച്ചാണ് വിൽപ്പന. അതേസമയം മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ വെള്ളറട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. അടുത്ത വാർത്തയിലേക്ക്. കൊച്ചി എളമകരയിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് ശുചീകരണ തൊഴിലാളിക്ക് പരിക്കേറ്റു. അപകടത്തിന് ശേഷം ഡ്രൈവർ കാറുമായി കടന്നു കളഞ്ഞു. കേസെടുത്ത ഡ്രൈവറെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ച പോലീസ് നടപടിക്കെതിരെ കുടുംബം ഇന്ന് രംഗത്ത് വന്നു. ഈ മാസം 7-നുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഈ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകരെ കാണിക്കുന്നത്. ഈ മാസം 7-ാം തീയതി പുലർച്ചെ 3 മണിക്ക് ഭർത്താവ് മാരിയപ്പനോടൊപ്പം നിഷ മാലിന്യമെടുക്കാൻ ഉന്തുവണ്ടിയുമായി പോകുന്നിടെയാണ് അമിത വേഗത്തിലെത്തിയ കാർ വന്നിടിക്കുന്നത്. ഒഴിഞ്ഞുമാറാൻ നിഷ ശ്രമിച്ചെങ്കിലും കാർ ഇടിച്ചിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാറിൽ നിന്നിറങ്ങിയ യുവാവ് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശേഷം കടന്നു കളഞ്ഞെന്ന് നിഷ. ഹോൺ അടിച്ചിട്ടില്ല, അവൻ ഭയങ്കര സ്പീഡായിരുന്നു വണ്ടിക്ക്. ലൈറ്റിന്റെ വെട്ടം വന്ന് അടിച്ചപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഞാൻ വേസ്റ്റ് വണ്ടി ഇട്ടിട്ട് ഓടിയെങ്കിലും ബാക്കിലൊന്ന് ഇടിക്കുകയും ചെയ്തു. ഇടത് കാലിനും നട്ടെല്ലും പരിക്കേറ്റ നിഷയെ പിന്നീട് മാലിന്യം ശേഖരിക്കുന്ന വണ്ടിയിലാണ് ഭർത്താവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ നിന്ന് നോർത്ത് പോലീസിനെ വിവരമറിയിച്ചെങ്കിലും പോലീസ് നിഷയുടെ മൊഴിയെടുക്കാൻ എത്തിയില്ലെന്നാണ് പരാതി. പ്രതിയായ ഡ്രൈവറെ പോലീസ് വിളിച്ചു വരുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പരാതി ഞാൻ കൊടുത്തിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത് അന്വേഷിക്കുകയോ വൈഫിന്റെ മൊഴി എടുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. കൊച്ചി കോർപ്പറേഷന് കീഴിൽ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയായ നിഷയ്ക്ക് അപകടത്തിൽ മതിയായ നഷ്ടപരിഹാരം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. 24 കൊച്ചി. ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് ഈ തൊഴിലാളിയുടെ അവർക്ക് നീതി ലഭിക്കുന്നതുവരെ 24 കൂടെ ഉണ്ടാകണം. തീർച്ചയായിട്ടും. പോലീസ് അതിക്രമണത്തിന് പിന്നാലെ ദില്ലി ചലോ മാർച്ചിൽ നിന്ന് കർഷകർ താൽക്കാലികമായി പിന്മാറി. ശംഭു അതിർത്തിയിൽ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിൽ 17 കർഷകർക്കാണ് പരിക്കേറ്റത്. തുടർ നടപടികൾ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് കർഷക സംഘടനകൾ ഇന്ന് വ്യക്തമാക്കി. പഞ്ചാബിലെ ശംഭുവിൽ നിന്ന് 101 കർഷകർ അണിനിരന്നുള്ള ദില്ലി ചലോ മാർച്ച് ഇന്ന് ഉച്ചയോടെയാണ് പുനരാരംഭിച്ചത്. മാർച്ച് ശംഭു അതിർത്തിയിലെത്തിയതോടെ പോലീസ് കർഷകരോട് പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്ന് മറുപടി നൽകി കർഷകർ മുന്നോട്ടുപോയി. ഇതോടെ ഹരിയാന പോലീസ് കർഷകർക്കു നേരെ ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു.
പോലീസ് നടപടിയിൽ 17ഓളം കർഷകർക്ക് പരിക്കേറ്റു. ഇതോടെയാണ് ദില്ലി ചലോ മാർച്ചിൽ നിന്നുള്ള കർഷകരുടെ താൽക്കാലിക പിന്മാറ്റം. കർഷകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി നരേന്ദ്രമോദി സർക്കാർ മാത്രമായിരിക്കുമെന്ന് നിരാഹാര സമരം നടത്തുന്ന കർഷക നേതാവ് ജഗജിത് സിംഗ് ദല്ലേവാൾ ആരോപിച്ചു. ദില്ലി ചലോ മാർച്ചുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ യോഗം ചെയ്ത് തീരുമാനിക്കുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. കർഷകർക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതാവും ഗുസ്തി താരവുമായ ബജ്രംഗ് പുനിയയും ശംഭുവിലെത്തി. 24 ഡൽഹി. ഇനി രാവിലെ കൊടുത്തൊരു വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. 24 ഇമ്പാക്ട്. നിയമങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലത്ത് കാവനാട്ട് ബാറിൽ അനധികൃത മദ്യവിൽപ്പന സംബന്ധിച്ച വാർത്തയിൽ തീരുമാനമായി. കാവനാട് സാൻ ബാറിൽ അനധികൃത മദ്യവിൽപ്പന നടത്തുന്നത് 24 ഇന്ന് രാവിലെ പുറത്തുവിട്ടതിന് പിന്നാലെ എക്സൈസും പോലീസും കേസെടുത്തു. നിയമങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലത്ത് അനധികൃത മദ്യവിൽപ്പന. സമയം ഇപ്പോൾ 8:43. ബാറുകൾ തുറക്കേണ്ട സമയം 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. പാഴ്സലായും മദ്യം ഇവിടെ നിന്ന് യഥേഷ്ടം ലഭിക്കും. 24 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ എക്സൈസും പോലീസും സാൻബാറിൽ സംയുക്ത പരിശോധന നടത്തി. അനധികൃത മദ്യവിൽപ്പന നടത്തിയെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് എക്സൈസ് കേസെടുത്തു. മദ്യം പാഴ്സൽ ചെയ്ത് വിറ്റതിനാണ് കേസ്. സമയക്രമം പാലിക്കാതെ മദ്യം വിളമ്പിയതിന് പോലീസും കേസെടുത്തു. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ബാറിലെ CCTV ദൃശ്യങ്ങൾ ഉടമ നീക്കം ചെയ്തു. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് ബാറുകളിൽ മദ്യവിൽപ്പനയ്ക്ക് അനുമതിയുള്ളത്. എന്നാൽ ബാറിൽ അമിതവില ഈടാക്കി രാവിലെ 9 മണി മുതൽ മദ്യവിതരണം ആരംഭിക്കുന്ന വിവരം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പരിശോധനകൾ ആരംഭിച്ചത്. ശക്തികുളങ്ങര CI രതീഷ്, എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിഷ്ണു B എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. അനധികൃത വിൽപ്പന തടയാൻ പരിശോധന കർശനമാക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ക്യാമറാമാൻ ശ്രീകാന്ത് PS-നൊപ്പം അരുൺ രാജ്, 24 കൊല്ലം. ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാം ചേർത്ത് കേരളം നാളെ. നാളെ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പില്ല. കഴിഞ്ഞ 4 ദിവസമായി തുടർന്ന മഴ നാളെ മുതൽ കുറഞ്ഞു തുടങ്ങും. മലയാള സിനിമയിലെ മുതിർന്ന നടിമാരെ നാളെ ആദരിക്കും. IFFKയുടെ ഭാഗമായിട്ടാണ് ഈ ചടങ്ങ്. മറക്കല്ലൊരിക്കലും എന്ന പേരിൽ നടക്കുന്ന ചടങ്ങ് നാളെ വൈകുന്നേരം 4:30 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. മഴ കാരണം അടച്ചിട്ടിരുന്ന പൊന്മുടി ഇക്കോ ടൂറിസം നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കും. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് 4ാം സീസണിന്റെ പ്രചരണാർത്ഥം നാളെ കോഴിക്കോട് ബീച്ചിൽ വോളിബോൾ മത്സരം നടക്കും. നാളെ വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന മത്സരം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്യും. പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ഇനി വാൽകഷണം. '19 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് തുക നൽകാൻ ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രത്തിന്റെ കത്ത് ലഭിച്ചു. രൂക്ഷമായ വിമർശനങ്ങളാണ് സംസ്ഥാന മന്ത്രിമാരും നേതാക്കളും നടത്തിയത്. വ്യോമസേനയുടെ സേവനത്തിന് കേരളത്തോട് പണം ആവശ്യപ്പെട്ടതിന് പിന്നിൽ എന്താണ്? കാണാം എം അഫ്സലിന്റെ വാൽകഷണം. ഒരു ദുരന്തമുണ്ടായ സമയത്ത് 2019 പ്രളയം തൊട്ടിട്ട് എയർലിഫ്റ്റിംഗ് ഒക്കെ നടത്തിയതിന് നമ്മുടെ കേന്ദ്രം പൈസ ചോദിക്കുക അത്രേ. ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാനും നിന്നാൽ എന്താ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. പ്ലീസ് അധികം തന്നേര്. അല്ല ഇത് എവിടുത്തെ ഇടപാടാ? കൊടുക്കണം എന്ന് പറഞ്ഞത് ആർക്കാ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായോ? അല്ല ഈ കേരളം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഉള്ളതല്ലേ? കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. മര്യാദ അവിടെ വരുമ്പോ കാശിക്കുന്നില്ലെങ്കിലേ ഈ മണവാളനായിരുന്നു അറിയും. മണവാളൻ സാറേ, ഇപ്പൊ മറിക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടാവില്ല. തിരിച്ച് ചോദിക്കേണ്ടതും ചോദിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ഈ ഉപകാരം ചെയ്തെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കരുത് നമ്മൾ പറയാറുണ്ട്. എന്താ ഇപ്പൊ ഇതിൽ ചെയ്യുക? ഇതിന്റെ മറവില് ഇങ്ങനൊരു ചതി കരുതിയത് അന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്തൊരു ക്രൂരതയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത്. ക്രൂരതൊക്കെ വേണമെങ്കിൽ സഹിക്കും, പക്ഷെ പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പ്രതീക്ഷിക്കണ്ട.
സത്യത്തിൽ കേരളത്തിൽ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ്. കേരളത്തിലെ ജനങ്ങളെയാണ് അവഗണിക്കുന്നത്. ചതിയും വഞ്ചനയൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ സംവിധാനങ്ങളുടെയൊക്കെ പൈസ തിരിച്ചു വാങ്ങാനാണെങ്കിൽ ആ സന്ദർശനങ്ങളൊക്കെ എന്തിനാണെന്ന് നടത്തിയതാണ് മനസ്സിലാവാത്തത്. ചില്ലിക്കാശ് സഹായം തന്നിട്ടില്ലെന്ന് മാത്രമല്ല, ആ ദുരന്തത്തിന് വിമാനം അയച്ചതിൻ്റെയും പഴയതിൻ്റെയും ഒക്കെ കണക്ക് ചേർത്ത് വാങ്ങിയിരിക്കുകയാണ്. കണക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കണക്കെന്ന് മനസ്സിലായോ? പ്രധാനമന്ത്രി അവിടുന്ന് ഇങ്ങോട്ട് വന്നതിന്റെ പൈസയും കൂടെ ഇവിടുന്ന് കൊടുക്കണമെന്ന്. 200 പേരുടെ വരിട്ടൊരെണ്ണം വാങ്ങിച്ചോളൂ, എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചെലവ് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ജനത നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള വശം. എന്തൊക്കെ മേളായിരുന്നു, എനിക്ക് അപ്പോഴേ തോന്നി. അന്ന് ആ വയനാട്ടിൽ വന്ന് ആ മലയൊക്കെ ഇങ്ങനെ നടന്ന് കയറുന്നത് കണ്ടപ്പോൾ കരുതി കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ തരുന്നു. പ്രധാനമന്ത്രി വയനാട്ടിൽ പോയിട്ട് കുട്ടിയെ എടുത്ത് ലാളിച്ച് ഒരു നാടകം ക്രിയേറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ദുരന്തത്തിന്റെ പിന്നിട്ട് 5 മാസങ്ങൾ കഴിഞ്ഞു. യാതൊരു സഹായവും കേരളത്തിന് കിട്ടിയിട്ടില്ല. അല്ല, ഇതിങ്ങനെ പെരുമാറുന്നത് എന്താണെന്നാണ് ഇപ്പോൾ മനസ്സിലാവാത്തത്. ഇത് പൂർണ്ണമായും ഒരു പൊളിറ്റിക്കലായിട്ട് നമുക്ക് എതിരെ തിരിയുന്ന, സംസ്ഥാനത്തിനെതിരെ തിരിയുന്നു എന്നുള്ളതാണ്. അത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒന്നായിട്ട് കാണുവാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പം ആ തീരുമാനം വെറുതെ വന്നതല്ല, തീരുമാനത്തിന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. BJPയുടെ രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ് കേരളത്തെ സഹായിക്കേണ്ട എന്നുള്ളത്. ഇനിയിപ്പോൾ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ സഹായിക്കാൻ വരുമ്പോൾ ആളുകൾ ഒന്ന് ചിന്തിക്കും. കാരണം ഇരട്ടിക്ക് തിരിച്ചു ചോദിക്കുന്ന കാലാണ്. സർ, ടൈം ഈസ് ഓവർ. മേരെ പൈസ. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു.